റസൂലുള്ളാഹിനെ ഉണർച്ചയിൽ കണ്ട ഒരാളാണ് ഈ കിടക്കുന്നത്. അള്ളാഹു കൊടുത്ത ദറജയേറ്റി കൊടുക്കട്ടെ. എന്നോട് പറഞ്ഞതാ, ഞാനത് പ്രസംഗിച്ചിട്ട് ഭയങ്കര ബദർ യുദ്ധമൊക്കെ ഉണ്ടായിരിക്കണം, ഇപ്പോഴും ആ യുദ്ധം നടന്നുകൊണ്ടിരിക്കണം. നടക്കട്ടെ അത്. ഞാൻ എത്രട്ടം പ്രസംഗിച്ചിരുന്നിട്ട് എന്തിയപ്പോ പിന്നെയും പ്രസംഗിക്കാൻ വിളിക്കുന്നുണ്ടല്ലോ. അപ്പോ ഉസ്താദ് ഇങ്ങനെ റസൂലുള്ളാഹി തങ്ങളെ കണ്ടു എന്ന് ഉസ്താദ് എന്നോട് പറഞ്ഞതാ. ഇത് സമൂഹത്തോട് പറയാൻ പാടില്ല. എന്ത് പാടില്ല? നിങ്ങൾക്കെല്ലാം പറയാം, ഏതും പറയാം, എന്നാൽ ഇതൊന്നും പറയാൻ പാടില്ല. അതിര് വരമ്പ് നീ വെക്കണ്ട, ഇമാമിങ്ങൾ വെച്ചിട്ടില്ല. ജനങ്ങൾക്ക് മനസ്സിലാകുന്നതേ പറയാവൂ. അങ്ങനെയൊക്കെ പറയുന്നത് മനസ്സിലാകാത്ത നീയാണ് മുനാഫിഖായ നീ. ഈ ജനങ്ങൾക്കൊക്കെ മനസ്സിലാവും. ജനങ്ങൾക്ക് മനസ്സിലാകുന്നതേ പറയാവൂ. അങ്ങനെയൊക്കെ പറയുന്നത് മനസ്സിലാകാത്ത നീയാണ് മുനാഫിഖായ നീ. ഈ ജനങ്ങൾക്കൊക്കെ മനസ്സിലാവും. ജനങ്ങൾക്ക് മനസ്സിലാകുന്നതേ പറയാവൂ. അങ്ങനെയൊക്കെ പറയുന്നത് മനസ്സിലാകാത്ത നീയാണ് മുനാഫിഖായ നീ. ഈ ജനങ്ങൾക്കൊക്കെ മനസ്സിലാവും. അള്ളാഹുവിന്റെ റസൂലിനെ കണ്ടതായ അയിമത്തൊക്കെ എഴുതി വെച്ചത് അങ്ങനെ എഴുതി വെക്കാൻ പാടുണ്ടോ? ഈ കിതാബിന്റെ പുറത്ത് ഇത് തൊടാൻ പാടില്ല എന്ന് എഴുതിയണോ? ഇത് പരസ്യമായി അയിമത്ത് എഴുതി വെച്ചിരിക്കുന്നു. കണ്ടു. പിന്നെന്താ? കഴിഞ്ഞ കാലത്ത് നടന്ന ഒരാളിനോട് അങ്ങനെ പറഞ്ഞു. കഴിഞ്ഞ കാലത്ത് നടന്നൊക്കെ പറയും, ഇപ്പത്തെ കാലത്ത് നടന്ന് പറയാൻ പാടില്ല. അത് മൂപ്പര ഉസൂല. ഏത് കൊമ്പനായാലും ആ ഉസൂലിനൊന്നും ഒരു അർത്ഥവുമില്ല. ഉസ്താദിനോട് ഞാൻ ചോദിച്ചു, കണ്ടോ? ഞാനിങ്ങനെ കേട്ടു, പരപ്പനങ്ങാടിയില് ഒരു ദർസുൽഘാടനം ഉണ്ടായിരുന്നു. എന്റെ ഒരു തോതിയൊരു മൂലേര് ഉമർ ഹസനി എന്ന് പറയും. അദ്ദേഹത്തിന്റെ ദർസുൽഘാടനത്തിന് ഉസ്താദ് വന്നു. ഉസ്താദിന്റെ കീഴിലുള്ള ഒരു പള്ളിയാണ്. അപ്പൊ അവിടെ അത് കഴിഞ്ഞ് വീട്ടിലേക്ക് പോയപ്പോ, ഭക്ഷണം കഴിക്കാൻ പോയപ്പോ ഞാൻ ഉസ്താദിനോട് അറബിയിൽ ചോദിച്ചു, ഇങ്ങനെ റസൂലുള്ളാഹി തങ്ങൾ ഉസ്താദ് കണ്ടോ? ചോദിച്ചപ്പോ ഉസ്താദ് പറഞ്ഞു, ആ ഞാൻ കണ്ടു. കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്നെ റസൂലുള്ളാഹി തങ്ങൾ റൗള ഷരീഫിലേക്ക് വിളിച്ചു, അവിടുത്തെ ഹുജറത്തു ഷരീഫയുടെ ഭാഗത്തേക്ക് വിളിച്ചു. ഞാൻ ചെന്നു. അപ്പൊ റസൂലുള്ളാഹി തങ്ങളെ നേരിട്ട് കണ്ട കണ്ണാണ് അവിടുത്തെ കണ്ണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നേരിട്ട് കണ്ട ആളുകൾ ഇന്നും ഹയാത്തുള്ള പലരും എനിക്കറിയാം.